വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാബുദാന വട അഥവാ ചവ്വരി വട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിനെ സാബുദാന അഥവാ സാഗോ എന്നൊക്കെ പറയും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ചവ്വരിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന്റെ അളവ് കൂടാൻ പാടില്ല. ഈ ചവ്വരിയുടെ തൊട്ട് മുകളിൽ വേണം വെള്ളത്തിന്റെ ലെവൽ നിൽക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കണം. ചവ്വരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ മാത്രമാണ് വട നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ വടയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് കൊണ്ടുവരണം. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചവ്വരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല. ഈ ഒരു പാകത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നിങ്ങളുടെ കുതിർത്ത് വെച്ച ചവരിയിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കളഞ്ഞ് എടുത്താൽ മതി. പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. നല്ല ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മാഷ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കട്ട പിടിക്കാതെ വേണം ഇരിക്കാനായിട്ട്. കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ആ കിഴങ്ങ് ഉടച്ചതിന്റെ കൂടെ ചവ്വരിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് വരുന്തോറും ആ കിഴങ്ങിലുള്ള ഈർപ്പം അതേപോലെ തന്നെ സവാളയിലുള്ള ജലാംശം എല്ലാം കൂടി മിക്സ് ആയിട്ട് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നോളും. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ വടയുടെ മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കുക. ഉപ്പും എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എരിവ് കൂടാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആയിട്ട് പിടിച്ചെടുക്കാം. എന്നിട്ട് ഇത് വടയുടെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് വട പരത്തിയെടുക്കാറ്. ഒരുപാട് കട്ടി കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് കട്ടി കുറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു വട ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വടയും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ പിടിക്കാൻ കിട്ടുന്നില്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ഷേപ്പിൽ പിടിക്കാൻ കിട്ടണം, അത് പൊട്ടിപ്പോകാതെ കിട്ടണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എല്ലാ വടയും ഇതുപോലെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഓരോ വടയായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ വട ഇട്ട് കൊടുക്കുന്നത്. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം കിഴങ്ങ് മാത്രം നമ്മൾ വേവിച്ചിട്ടുള്ളൂ, ചവ്വരി വേവിക്കാത്തതാണ്. അതേപോലെ തന്നെ സവാളയും പച്ചമുളകും
ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും പച്ചയാണ്. അപ്പൊ അതെല്ലാം വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. 2 വശവും നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നല്ല ക്രിസ്പായി കഴിഞ്ഞപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്കിത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പാണെന്നുള്ളത്. അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പായിരിക്കും ഈ വട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വടയും എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സാബുദാന വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.